ഓം ഗണാനാം ത്വാ ഗണപതിം ഹവാമഹി കവിം കവീനാം ഉപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്ണന്നോധിപിർസീദസാദനം. ഓം ശ്രീ മഹാഗണപതിയെ നമഃ. ഓം മള്ളിയൂരപ്പ. ഏവർക്കും നമസ്കാരം. പരിചയപ്പെടുത്തിയതുപോലെ ആധ്യാത്മിക ജില്ലയിൽ നിന്നും അക്ഷര നഗരിയിലേക്ക് എത്തിയൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രഭാഷണങ്ങൾ ശ്രവിക്കുന്ന കൂട്ടത്തിൽ പ്രഭാഷണം ഉദ്ദേശിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ സാധനയുള്ള ആളുകൾ അവരുടെ സാധനയെ തിരിച്ചറിഞ്ഞ് എത്തുന്ന ഭക്തജനങ്ങളെ എങ്ങനെ പരിപോഷിപ്പിക്കുക എന്നുള്ള മാർഗത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് പരിചയപ്പെടുത്തിയ സമയത്ത് 26 കുട്ടികൾ അവർ ഇന്ന് യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും പഠിച്ചു വരുന്നു. ഒരു പുഴയുടെ തീരത്ത് 1250 കൊല്ലം പഴക്കമുള്ള ക്ഷേത്രം, 2008 വരെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം 10 ദിവസത്തെ ശാന്തിക്കാരനായിട്ട് അവിടെ സ്വധർമ്മം ചെയ്യാൻ സാധിച്ചു. ഇന്ന് 16 വർഷമായിട്ട് ആ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഇവിടെയും എത്തിയ സമയത്ത് കഴിഞ്ഞ വർഷത്തിൽ പിറന്നാൾ ദിവസം ഇവിടെ എത്താൻ സാധിച്ചു. ഒട്ടനവധി തിരക്കിൻ്റെ ഇടയിൽ ഇവിടുത്തെ ആചാര്യന്മാരെ നമസ്കരിക്കാൻ സാധിച്ചു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ വർഷത്തിൽ വേദിയിൽ തന്നെ ഇരുത്തി അറിയാവുന്ന വിഷയങ്ങൾ, അതും പ്രത്യേകിച്ച് നേരത്തെ സഹധർമ്മിണിയാണ് ഇവിടെ പ്രഭാഷണം ചെയ്തത്. അപ്പോൾ എനിക്കുള്ള വിഷയം എന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണത്തിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ്. അത് നേരത്തെ നിങ്ങൾക്ക് വരാഹമൂർത്തിയിലൂടെ സാധിച്ചു എന്ന് പറയുന്നതാണ്. കാരണം 18 വർഷമായിട്ട് പ്രഭാഷണ പരമ്പരയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സഹധർമ്മിണിയായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഈ വേദികളിലെല്ലാം എന്നാൽ ആവും വിധം നിങ്ങളെ ധരിപ്പിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം പൂജയും ഹോമ കാര്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ ചെയ്തു വരുന്നതെങ്കിലും സമൂഹത്തിൽ ഒരു ധർമ്മം നിലനിർത്തുവാൻ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടായിരിക്കും മുന്നോട്ട് വരാൻ സാധിക്കുക. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അക്ഷരങ്ങൾ തിട്ടപ്പെടുത്തി അതൊരു പുസ്തക രൂപത്തിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ പുസ്തകം വായിക്കുന്ന സമയത്ത് ഒട്ടനവധി ഗുരുപരമ്പരയുടെ പുസ്തകങ്ങൾ വായിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും അവർ എത്രത്തോളം സാധനാപരമായിട്ടാണ് ആ പുസ്തകത്തിന് വേണ്ടി തയ്യാറെടുത്തത് എന്ന്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ആധ്യാത്മിക ജില്ലയിൽ നിന്നും അക്ഷര നഗരിയിലേക്കാണ് വന്നെത്തിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ആധ്യാത്മിക ജില്ല എന്ന് പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ, കാരണം അധികം സമയമില്ല, അടുത്ത ആചാര്യൻ വരുന്നതിന് മുമ്പ് വേദിയിൽ നിന്നും ആ ആചാര്യനെ സ്വാഗതം ചെയ്തുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഇറങ്ങാമെന്ന് മാത്രം പറയുന്നു. ഇവിടെ സ്ത്രീക്ക് ശക്തി എങ്ങനെയാണ് നമുക്ക് സ്വരൂപിക്കേണ്ടത് എന്ന് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടിയിരിക്കുന്നു. അത് നമ്മൾ നിത്യേന ചൊല്ലുന്ന ലളിതാ സഹസ്രനാമത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും. കാരണം ആദ്യത്തെ ശ്ലോകം തന്നെ പറഞ്ഞു, ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി അല്ലേ. ഇതെല്ലാം നമ്മൾ ചൊല്ലാറുണ്ട്, സാധന ചെയ്യാറുണ്ട് അല്ലേ. പക്ഷെ പരിപാലിക്കാറുണ്ടോ എന്നുള്ളതാണ് സത്യം അല്ലേ. നമ്മളൊക്കെ പരിപാലിക്കലാണ് ആവശ്യം അല്ലേ. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, പക്ഷേ ഒരു ആചാര്യൻ വന്ന് ഇവിടെ നിന്ന് ആ ഗണപതിയെയും കൃഷ്ണനെയും ഒന്ന് പരിപാലിച്ച് വന്നപ്പോൾ ഇതൊരു സാധനാ കേന്ദ്രമായി, ഇത് പ്രശസ്തിയുള്ള മള്ളിയൂർ ക്ഷേത്രമായി മാറി. അപ്പോൾ നിത്യപരിപാലനത്തിലൂടെ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ തപസ് എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കുറഞ്ഞു വരുന്നുണ്ട്. ആ കുറഞ്ഞു വരുന്നതിനെ വർദ്ധിപ്പിക്കാനാണ് സ്ത്രീ ശക്തി സ്വരൂപിണി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. ലളിതാ സഹസ്രനാമം തന്നെ നമ്മളോട് പറയുന്ന സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത. ഒരു നിമിഷം കൊണ്ട് ദേവി നമുക്ക് അനുഗ്രഹം ചൊരിയാൻ തയ്യാറുണ്ട്. പക്ഷെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായിരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നാണ് അല്ലേ. പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ വീട്ടിൽ പറയും, കുളി കഴിഞ്ഞേ അടുക്കളയിൽ പ്രവേശിക്കാവൂ. ഇന്നോ മാറ്റം വന്നു തുടങ്ങി അല്ലേ. മാറാൻ നമ്മളും തയ്യാറായി. പക്ഷേ പണ്ട് മുത്തശ്ശിമാർ മാറാൻ തയ്യാറായിരുന്നില്ല. സന്ധ്യയ്ക്ക് വിളക്കുകൊളുത്തി നാമജപം ചെയ്തതിന് ശേഷമേ അത്താഴം
നമുക്ക് വിളമ്പിത്തരുമായിരുന്നുള്ളൂ. ഇന്ന് നമ്മുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പി തന്നില്ലെങ്കിൽ എന്താ ചെയ്യുക? ഇന്ന് മൊബൈൽ ഫോൺ ഏത് കുട്ടിയുടെ കയ്യിലുമുണ്ട്. അടുത്ത ഒരു 20 മിനിറ്റ് കൊണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഗേറ്റിൽ വന്ന് ബെല്ലടിക്കും. എന്താണ്? അടുത്തുള്ള ഹോട്ടലിൽ നിന്നും സാധനം ആ കുട്ടിക്ക് പാർസലായി വന്നു. ആ കുട്ടിക്ക് ഒരു മുറിയുണ്ട്, അതിനകത്ത് പോയിരുന്ന് ഭക്ഷണം കഴിക്കും. അപ്പം ഇവിടെ സാധന കൊണ്ട് കുട്ടികളെ പോലും നമ്മുടെ സ്വധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ അടുക്കള നമ്മൾ ക്ഷേത്രമായി പരിപാലിക്കാൻ സാധിക്കണം. എങ്ങനെയാണോ ഉപനയന സംസ്കാരങ്ങൾ പുരുഷന്മാർക്ക് മാത്രമല്ല സ്ത്രീകൾക്കും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. 300 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് ഉപനയനം ചെയ്ത സ്ത്രീകളെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. പ്രത്യേകിച്ച് രാമായണം എടുത്തു നോക്കിയാൽ സീതയ്ക്ക് ഉപനയനം ചെയ്യുന്നതായിട്ടും ആ വിഗ്രഹത്തിൽ, അതായത് സീത ഇല്ലാത്ത സമയത്ത് ശ്രീരാമൻ അശ്വമേധയാഗം നടത്തുന്ന സമയത്ത് അവിടെ ഉപനയനം സ്വീകരിച്ചതായിട്ടും കൊടുത്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത്തരത്തിലുള്ള സാധകന്മാരുടെ ജീവിതം നമ്മുടെ സ്വധർമ്മമാക്കിയെടുക്കുവാൻ, അത് പരിപാലിക്കുവാൻ നമുക്ക് മന്ത്രങ്ങൾ അനിവാര്യമാണ്. ആ മന്ത്രങ്ങളെ എടുത്തുകൊണ്ട് നമ്മുടെ ഉപാസനാക്രമങ്ങളെ പ്രദാനം ചെയ്യുന്നു. അല്ലേ? നമുക്ക് ഭാരതത്തിലുടനീളം ഒട്ടനവധി ആളുകളുടെ ശ്രദ്ധകൾ, പ്രത്യേകിച്ച് ആരുടെ കയ്യിലൊക്കെ മൊബൈൽ ഫോണുണ്ടോ അവരെല്ലാം ഗംഗാ തീരത്തേക്ക് അല്ലെങ്കിൽ പ്രയാഗിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വിശ്വാമിത്ര മഹർഷി പറയുന്നുണ്ട്, സാധവവും ന്യാസിനശ്യാന്ത ബ്രഹ്മിഷ്ഠ ലോകഭാവന. അല്ലേ? ഒട്ടനവധി സാധകന്മാർ, സന്യാസിമാർ അല്ലെങ്കിൽ തപസ്സികൾ നിൻ്റെ ഗംഗയിൽ വന്ന് മുങ്ങി എഴുന്നേറ്റാൽ ആ സാധനയുടെ പുണ്യം നിനക്ക് മാത്രമാണ് ലഭിക്കുക എന്ന് പറഞ്ഞപ്പോഴാണ് ഭഗീരഥൻ അത് ഗംഗാദേവിയോട് പറഞ്ഞപ്പോൾ അവിടെ ഗംഗാദേവി ഭൂമിയിലേക്ക് വരാൻ തയ്യാറായി. അല്ലേ? അപ്പോൾ സ്വർഗലോകത്ത് അല്ലെങ്കിൽ ഇന്ദ്രലോകത്ത് മാത്രം കറങ്ങി നടന്നിരുന്ന ഗംഗയെ കൊണ്ടുവരാൻ പോലും ഒട്ടനവധി തപസ്സികളുടെ പ്രേരണ നമുക്ക് കിട്ടുന്നത് രാമായണത്തിലൂടെയാണ്. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ശക്തി സ്വരൂപിണിയാവണമെങ്കിൽ നമ്മളെ നിത്യജീവിതത്തിൽ ഒരു പ്രാർത്ഥന നമുക്കുണ്ടാവണം. അല്ലേ? രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കൈ നോക്കി എഴുന്നേൽക്കാൻ നമ്മളെ പഠിപ്പിച്ചിരുന്നു. അവിടെയും നമ്മൾ 3 ദേവിമാരെയാണ് പ്രദാനം ചെയ്തത്. അല്ലേ? പുരുഷന്മാരെ ആരും നോക്കുന്നില്ലല്ലോ. ഇല്ല. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേ സ്ഥിതാ ഗൗരി, പ്രഭാതേ കരദർശനം. ഈ കൈകളിൽ, നിൻ്റെ കൈകളിൽ 3 ദേവിമാരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കൈകളിൽ 3 ദേവിമാരുണ്ട്. ഈ ദേവിയെ നിത്യേന പ്രാർത്ഥനയിലൂടെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഒരു സംസ്കാരമാവും, അത് സ്വഭാവമാവും. ആ സ്വഭാവത്തിലൂടെ നീ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ശ്രേഷ്ഠമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ആ ശ്രേഷ്ഠമായ ആചരണമാണ് നമുക്ക് നിത്യജീവിതത്തിൽ പരിപാലിക്കേണ്ടത്. വിഷ്ണു സഹസ്രനാമത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന വിശ്വം വിഷ്ണു വഷത്കാരോ എന്ന് നമ്മൾ പറയാൻ സാധിക്കുമെങ്കിലും ആ വിഷ്ണുവിനെ നമുക്ക് ഒരു വിഗ്രഹ രൂപത്തിൽ മാത്രം കണ്ടാലേ നമ്മൾ പ്രാർത്ഥിക്കുകയും നമസ്കരിക്കുകയും ചെയ്യൂ. അല്ലേ? ഈ വിശ്വത്തെ ആരെങ്കിലും നമസ്കരിക്കാറുണ്ടോ? ഇല്ല. അല്ലേ? അതും നമുക്ക് നോക്കിയാൽ അറിയാം. നേരത്തെ ഇവിടെ സ്വാമി വിവേകാനന്ദനെ കുറിച്ച് പറയണ്ടായി. സ്വാമി വിവേകാനന്ദൻ ഷിക്കാഗോ പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭൂമിയിലേക്ക് പാദമെടുത്തു വയ്ക്കുന്നതിന് മുമ്പ് വീണ് നമസ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാരതഭൂമിനെ അത്രയും അധികം ശ്രേഷ്ഠമാക്കി എടുത്തിരുന്നു. അതേപോലെ തന്നെ തൻ്റെ ഗുരുനാഥൻ്റെ മുന്നിൽ ചെന്ന് ഈ ദാരിദ്ര്യമൊഴുക്കം മാറ്റിത്തരണം, എനിക്ക് നല്ലൊരു ജോലി ലഭിക്കണം എന്നൊക്കെ രാമകൃഷ്ണദേവൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് പറഞ്ഞപ്പോൾ അവിടെ രാമകൃഷ്ണദേവൻ പറഞ്ഞത്, ഞാൻ പറയില്ല, നീ തന്നെ ചെന്ന് പറയാനാണ്. അല്ലേ? അവിടെയും ദേവിയെ, കാളിയെ നമുക്ക് കാണാൻ സാധിച്ചു. അല്ലേ? അപ്പോൾ ഭാരതമുടനീളം ദേവീ ശക്തിയെ നമുക്ക് പ്രദാനം ചെയ്യാൻ സാധിച്ചു. ആ ദേവിയുടെ മുന്നിൽ ചെന്ന് വിവേകാനന്ദൻ അല്ലെങ്കിൽ നരേന്ദ്രനാഥ് എന്ന് പറയുന്ന വ്യക്തി നിന്നപ്പോൾ അവിടെ സൗകര്യങ്ങളുള്ള ജീവിത നിലവാരം ഉയർത്താനല്ല, ദാരിദ്ര്യം മാറ്റാനല്ല പറഞ്ഞത്. അവിടെ പറഞ്ഞത് വിവേകവും വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിക്കണമെന്നാണ് ആ അമ്മയുടെ മുന്നിൽ വന്ന് ചെന്ന് നിന്നപ്പോൾ പറഞ്ഞത് എന്നാണ്. അതുവരെ വിഗ്രഹാരാധനയെ തള്ളിക്കളഞ്ഞിരുന്ന നരേന്ദ്രദത്ത അവിടെ 2ഉം 3ഉം പ്രാവശ്യം പോയി ഗുരുനാഥൻ്റെ വാക്ക് കേട്ടിട്ട് 3ാമത്തെ പ്രാവശ്യം മുതൽ ആ വിഗ്രഹത്തെ ആരാധിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. കുട്ടിക്കാലത്ത് എന്താ ചെയ്തിരുന്നത്?
നമ്മളാരും സ്വമേധയാ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്താറില്ല, ഒരു ഫോട്ടോ കണ്ടാൽ തൊഴുകാറില്ല. പക്ഷെ നമ്മുടെ വീട്ടിലുള്ള മുത്തശ്ശിമാരും മുത്തശ്ശന്മാരും നമ്മളെ പിടിച്ചു കൂട്ടിക്കൊണ്ടുപോയി ക്ഷേത്ര ദർശനം നടത്തുവാൻ നമുക്ക് സാധിച്ചു. ആ ക്ഷേത്രത്തിൽ എങ്ങനെ നമസ്കരിക്കണമെന്ന് പഠിപ്പിച്ചു. ഗുരുനാഥനെ കാണുന്ന സമയത്ത്, പ്രസാദം കിട്ടുന്ന സമയത്ത് എങ്ങനെ തൊടണമെന്ന് നമ്മളെ പഠിപ്പിച്ചു, അല്ലേ? ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ആ ആചാരം എൻ്റെ സ്വഭാവത്തിലായത്. ആ സ്വഭാവത്തിലേക്ക് വരാനാണ് നമുക്ക് നിത്യസാധന നമുക്ക് ഉണ്ടാവണമെന്ന് പറയുന്നത്. അതിന് നമുക്ക് ലളിതാ സഹസ്രനാമം പറയുന്നുണ്ട്, നമുക്ക് ഭക്ഷണ രീതി പോലും ശ്രദ്ധിക്കണം. ദധ്യാനം, അതേപോലെ മുക്തൗദനാസിക്തായൈ നമഃ. ചെറുപയർ മുതലുള്ള ധാന്യങ്ങൾ നമുക്ക് കഴിക്കാൻ സാധിക്കണം. ഇന്ന് നമ്മൾ ഒട്ടനവധി മറ്റു ഭക്ഷണങ്ങളിലേക്ക്, ഫാസ്റ്റ് ഫുഡിലേക്ക് പോകുമ്പോൾ ആ ഫുഡിനനുസരിച്ചുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ, ഭക്ഷണ നിലവാരങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലഭേ ജ്ഞാന വൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി, അല്ലേ? ആ വിവേകാനന്ദൻ തന്നെ പറയുന്നുണ്ട്, മാതാച പാർവതീദേവി പിതാദേവോ മഹേശ്വര. ശങ്കരാചാര്യരും ഇതേ വാക്കാണ് പറഞ്ഞത്. കാരണം ഈ പ്രപഞ്ചം മുഴുക്കെ ആരാണ്? മാതാവാണ്, അല്ലേ? ആ മാതാവിനെ ഞാനിതാ നമസ്കരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ലക്ഷ്യബോധത്തോടു കൂടി ജീവിപ്പിക്കാൻ അല്ലെങ്കിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എന്താണ് ലക്ഷ്യബോധം? നമ്മൾ ആരെങ്കിലും നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കണമെന്ന്? പറഞ്ഞിട്ടില്ല, അല്ലേ? സ്കൂളിലേക്ക് വിടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു നന്നായി പഠിക്കണമെന്ന്. നന്നായി പഠിച്ചാലോ? നല്ല മാർക്ക് വാങ്ങണമെന്ന് പറഞ്ഞു കൊടുത്തു, അല്ലേ? എന്നിട്ടോ നല്ല മാർക്ക് കിട്ടിയാൽ ആ മാർക്ക് കിട്ടിയതനുസരിച്ച് ഇപ്പോഴൊക്കെ ക്യാമ്പസ് സെലക്ഷനിലേക്കാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. ആ ക്യാമ്പസിൽ നിന്ന് തന്നെ അവർക്ക് ജോലി കിട്ടി അതിലേക്ക് പ്രാവീണ്യം കൊടുക്കണം, അല്ലേ? ജോലി കിട്ടിയാലോ നല്ല രീതിയിൽ സമ്പാദിക്കണം. സമ്പാദിച്ചു കഴിഞ്ഞാലോ നല്ല വീട് വയ്ക്കണം, നല്ല കാറ് വാങ്ങണം, അല്ലെങ്കിൽ നല്ല ഫ്ലാറ്റ് വാങ്ങണം, അല്ലേ? ഇത് മാത്രമാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, അല്ലേ? സമ്പത്ത് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. പണ്ടുള്ള ആൾക്കാർ പറയുന്നത് സമ്പത്ത് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. എന്താ സമ്പത്ത്? സമൂഹത്തിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാനുള്ള സമ്പത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. വേണ്ടേ? ഉണ്ടോ ആർക്കെങ്കിലും? പക്ഷെ നമുക്ക് അടുത്ത കാലത്ത് പറഞ്ഞു അയൽവാസി ദരിദ്രവാസിയെന്ന്, അല്ലേ? അയൽവാസിയെ പോലും തിരിഞ്ഞു നോക്കാതെ അവിടെ എന്തെങ്കിലും ശബ്ദം കേട്ടാൽ പോലും അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്ന രീതി നമുക്ക് വന്നപ്പോൾ നമ്മൾ എന്തായി? കൂട്ടുകുടുംബങ്ങളിലേക്ക് വിഭജിച്ച് അണുകുടുംബത്തിലേക്ക് പോയി എന്നാണ്. ഇതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞു, പണ്ടുള്ള ആൾക്കാർ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നു, അതിനുശേഷം നമ്മളെയൊക്കെ വ്യത്യസ്ത മുഖങ്ങളിലേക്ക് അവർ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ധനനഷ്ടമാണ്, അല്ലേ? അതുപോലെ നിങ്ങളുടെ സമ്പത്തിന് ഒരു രേഖ പോലും കാണില്ല. ആ രേഖ പോലും കാണാതിരിക്കുന്നതുകൊണ്ട് എൻ്റെ പേരിലാവണമെന്ന് നിശ്ചയിച്ചപ്പോഴാണ് നമ്മളൊക്കെ തീരുമാനിച്ചത് സ്വന്തമായിട്ട് വീട് വെക്കണം, സ്വന്തം പേരിൽ കാറ് വേണം, സ്വന്തം പേരിൽ ഡെപ്പോസിറ്റ് ചെയ്യണം, സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടാവണം, അല്ലേ? ഇങ്ങനെ ചിന്തിച്ച് വന്നപ്പോൾ ലക്ഷ്യബോധത്തിൽ നിന്നും നമുക്ക് അനുഷ്ഠാനങ്ങളെ മാറ്റി നിർത്തി നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ജീവിതത്തിൽ സ്വാർത്ഥന്മാരായി മാറി. അപ്പോൾ സ്വാർത്ഥ ബുദ്ധിയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ കുറേ കഴിയുമ്പോൾ ആ സ്വാർത്ഥ ബുദ്ധിയിലൂടെ നമുക്ക് ആരോഗ്യങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങി. ആ ആരോഗ്യങ്ങൾ നഷ്ടപ്പെട്ടു വന്നപ്പോൾ പിന്നെന്താണ്ടാവുക? മനസ്സും നമ്മുടെ ക്ഷയിച്ചു തുടങ്ങി, അല്ലേ? ഏറ്റവും കൂടുതൽ നിങ്ങൾ നോക്കുക, ആധ്യാത്മിക പ്രഭാഷണ രംഗത്തോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സപ്താഹങ്ങളോ സത്രങ്ങളോ നടക്കുന്ന വേദിയിൽ ഏറ്റവും കൂടുതൽ ആരാ വരുന്നത്? കുട്ടികളാണോ വരുന്നത്? അമ്മ തന്നെ പറയും അല്ലെങ്കിൽ മുത്തശ്ശീനെ പറയും അവർക്ക് പഠിക്കാനുണ്ട്, അല്ലേ? അവർക്ക് പരീക്ഷ എടുക്കാറായി. പക്ഷേ കലോത്സവ വേദികളിൽ ഇന്ന് കുട്ടികൾ ഗംഭീരമായിട്ട് നൃത്തം ചെയ്യുന്നു, പാട്ട് പാടുന്നു. അവർ ഏത് കലയാണോ പ്രാധാന്യം കൊടുക്കുന്നത്, നാടൻ കലാരൂപങ്ങളെ വരെ അവർ ആ വേദിയിൽ അനുഷ്ഠിച്ച് കാണിക്കുന്നു, കുറച്ച് ദിവസത്തെ സാധന കൊണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ശക്തിമാന്മാരാക്കിയെടുക്കണ്ടേ? അതിന് നിത്യജീവിതത്തിൽ അവരോട് എഴുന്നേറ്റാലുടൽ
നമ്മൾ കൈ നോക്കി എഴുന്നേൽക്കാനും ഭൂമി തൊട്ട് നമസ്കരിക്കാനും നമ്മൾ ശീലിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും പറഞ്ഞാൽ ഇന്ന് വീട്ടിൽ കേൾക്കുമോ? കേൾക്കാറില്ല. സത്യമല്ലേ? ഇത് മാറ്റിയെടുക്കണമെങ്കിൽ പറയുന്ന ആൾക്ക് എന്തുണ്ടാവണം? പറഞ്ഞാൽ അനുസരിക്കാനുള്ള തപസ് ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? ഗുരുനാഥന്മാരെല്ലാം നമ്മളോട് പറഞ്ഞു. കാരണം ഇപ്പോൾ ഇവിടെ വന്ന് ഇവിടെ തിരുമേനിമാരോട് സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടുത്തെ മള്ളിയൂരപ്പൻ 18 പ്രാവശ്യം പാലക്കാട് ഒറ്റപ്പാലത്ത് സപ്താഹം നടത്തിയിട്ടുണ്ട്, അതും ഒരു വീട്ടിൽ. അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ തപോഭൂമിയായിരിക്കാം പാലക്കാട്. വരുന്ന ദിവസങ്ങളിൽ അദ്ദേഹം അനൗൺസ് ചെയ്തപ്പോൾ പറഞ്ഞു, പാലക്കാട് ആധ്യാത്മിക ജില്ല എന്നുള്ള പ്രഖ്യാപനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ആധ്യാത്മിക ജില്ലയ്ക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒട്ടനവധി വർഷമായി. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്, പാലക്കാട് മാത്രമേ ഉള്ളൂ ഭാരതത്തിൻ്റെ പേരിലുള്ള ഭാരതപ്പുഴ, വേറെ എവിടെ ഇല്ല. ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അല്ലേ? ഗംഗാ നദിയെ നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? അളകനന്ദിയായിട്ടും അതുപോലെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെല്ലാം നമുക്ക് കാണുന്നത് വിഷ്ണുപാതിയായിട്ടും ജാനവിയായിട്ടും മന്ദാകിനിയായിട്ടും ഭാഗീരഥിയായിട്ടും പാപനാശിനിയായിട്ടൊക്കെ നമുക്ക് നോർത്ത് ഇന്ത്യയിൽ പോയാൽ ഗംഗയെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഭാരതത്തിൻ്റെ പേരിലുള്ള ഭാരതപ്പുഴ പാലക്കാട് ജില്ലയിലാണ് തുടങ്ങുന്നത്, അറബിക്കടലിലാണ് അവസാനിക്കുന്നത്. ഈ ഭാരതപ്പുഴയുടെ തീരത്താണ് 99 യാഗയജ്ഞങ്ങൾ നടന്ന ഭൂമി ഭാരതപ്പുഴയുടെ തീരത്താണ്. അതേപോലെ സ്ത്രീ ശക്തിയാണ് എന്ന് തെളിയിക്കാൻ നമുക്ക് സാധിക്കുന്നത് പന്തിരുകുലത്തിൻ്റെ പറയിപെറ്റ പന്തിരുകുലം പാലക്കാട് ജില്ലയിലാണ്, അല്ലേ? മേഴത്തൂർ അഗ്നിഹോത്രി തുടങ്ങി നാരായണത്ത് ഭ്രാന്തനും വായില്ലങ്കുന്നപ്പനും ജന്മമെടുത്തത് ഒരു പറയിപെറ്റ പന്തിരുകുലത്തെ നമുക്ക് പാലക്കാട് കാണിക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ അവിടെ സ്ത്രീ ശക്തിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീ രത്നങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു, അല്ലേ? പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, മലയാളം പഠിക്കുന്ന സമയത്ത് ഊർമിളയെ നമ്മൾ പഠിച്ചിരുന്നു, അല്ലേ? ഉണ്ടോ? മലയാളത്തിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ഊർമിളയായിരുന്നു. ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ വന്നിട്ട് നിവേദിതയായിരുന്നു. വിവേകാനന്ദൻ്റെ ശിഷ്യയായിരുന്ന നിവേദിതയെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു. ഇന്ന് നമ്മുടെ കുട്ടികൾ ഇതൊന്നും അല്ല പഠിക്കുന്നത്, അല്ലേ? കാരണം നമ്മുടെ സർവകലാശാലയ്ക്ക് ഒരു പേരുണ്ടായിരുന്നു, എത്ര വിശ്വം ഭവത്യേക നീടം എന്നുള്ള വാക്ക് ഉപനിഷത്ത് വാക്കായിരുന്നു. പക്ഷേ ഇന്ന് സർവകലാശാല എന്ന് അറിയപ്പെട്ടതുകൊണ്ട് അതിൻ്റെ സംസ്കൃത വാക്ക് പോലും അറിയാൻ സാധിക്കാത്ത രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. സംസ്കൃത വിദ്യാലയമുണ്ട്, ശങ്കരപീഠം നമുക്ക് കാലടിയിലുണ്ട്. പക്ഷെ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് ഒരു സബ്ജക്റ്റ് എടുത്തു കൊടുത്ത് അവരെ കൊണ്ട് പറയാൻ സാധിക്കണം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അവർക്ക് സാധിക്കുന്നില്ല. ഒരു സബ്ജക്റ്റ് ഒരു ആവശ്യകതയായിട്ട് നമുക്കൊരു മാറ്റർ കൊടുത്താൽ അതിനെ സംസ്കൃതവൽക്കരിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വൽക്കരിച്ച് പറയുവാൻ ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് സന്നദ്ധരല്ല. അപ്പം ഇത്തരത്തിൽ നമുക്ക് മാതൃകാപരമായിട്ട് ദേവിയെ നമുക്ക് കാണിച്ചു കൊടുക്കണമെങ്കിൽ ലളിതാ സഹസ്രനാമവും ദേവി മഹാത്മ്യമെല്ലാം നമ്മുടെ കുട്ടികളുടെ ചെവികളിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. എങ്ങനെയാണ് എത്തിക്കുക? പിടിച്ചിരുത്തി പറഞ്ഞു കൊടുത്താൽ ഒരിക്കലും നടക്കില്ല, അല്ലേ? നേരെ മറിച്ച് നീ നന്നായി പഠിക്കണമെങ്കിൽ, നല്ല ബുദ്ധിശക്തി നിനക്ക് ലഭിക്കണമെങ്കിൽ, നല്ല അറിവ് നേടണമെങ്കിൽ, നല്ല ഗുരുക്കന്മാരെ നേടണമെങ്കിൽ നീ ഒന്ന് ചെയ്യണം. രാവിലെ എണീറ്റ് ഒരു 4 വരി മന്ത്രമെങ്കിലും ചൊല്ലാൻ സാധിക്കണം. ഇന്ന് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വരുന്ന എല്ലാ കുട്ടികൾക്കും മന്ത്രം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓം ഐം ക്ലീം സൗം സൗ ക്ലീം ഐം വക വക വാഗ്വാദിനീം സ്വാഹ. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാമാശു പ്രയശമേ. എന്തിനു വേണ്ടിയിട്ടുള്ള വിദ്യയായിരിക്കണം? സമൂഹത്തിൽ നല്ലതിനെ സമ്പാദിക്കാനുള്ള വിദ്യയായിട്ട് നീ മുന്നോട്ട് വരണം. ആ വിദ്യയ്ക്ക് വേണ്ടി നീ പരിശ്രമിക്കണം. അതിന് ഈ മന്ത്രത്തെ നമ്മൾ പ്രദാനം ചെയ്യണം. അതിന് സരസ്വത്യൈ നമഃ, ഓം സം സരസ്വത്യൈ നമഃ, ഓം ക്ലീം കൃഷ്ണായ നമഃ എന്ന് ദിവസേന 27 പ്രാവശ്യമെങ്കിലും ജപിക്കാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞു കൊടുക്കണ്ടേ? വേണ്ടേ? ഈ മന്ത്രങ്ങൾ ചൊല്ലി നോക്കൂ. നിനക്ക് ഈ വരുന്ന വർഷത്തിൽ
മാർക്ക് ലഭിക്കുന്നത് എങ്ങനെയായിരിക്കും? അവിടെ നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പറയാറുണ്ട്, താൻ പാതി അല്ലേ, ആ ദൈവത്തിൻ്റെ പാതി ഈ മന്ത്രം കൊണ്ട് നിനക്ക് സിദ്ധിക്കാൻ സാധിക്കും, ബാക്കി നീ പഠിച്ചെഴുതാൻ സാധിക്കണം. അല്ലാതെ മന്ത്രം ചൊല്ലി അവിടെ പോയിരുന്നാൽ എന്താവില്ല, പരീക്ഷ എഴുതാൻ സാധിക്കില്ല. അപ്പോൾ താൻ പാതി ദൈവം പാതി എന്ന് പണ്ട് മുത്തശ്ശന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാ മിക്കവാറും അമ്മമാർ പറയാറുണ്ടല്ലോ അല്ലേ? ഉണ്ടല്ലോ. അല്ല, കുട്ടികളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല, സംസാരിക്കാറില്ല, സമയം കിട്ടാറില്ല അല്ലേ? രാവിലെ ട്യൂഷൻ എടുത്താൽ വൈകുന്നേരം വരെ അവർക്ക് സമയമുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു കൊടുത്ത് ഈ വർഷത്തെ മാർക്കിൽ നിനക്ക് എത്ര ശതമാനം ഉണ്ടാവും? എത്ര ശതമാനം മാർക്ക് കൊടുക്കാൻ പറ്റും? നിൻ്റെ പ്രയത്നവും കൂടി ചേർത്ത് വെച്ച് 50% മാർക്ക് ഉറപ്പ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം മന്ത്രത്തിലൂടെ. അപ്പോൾ 100% അവർ വിശ്വസിക്കും അല്ലേ? നമ്മളെങ്ങനെ പറഞ്ഞു, നന്നായി പഠിക്കണം, നല്ല മാർക്ക് വാങ്ങണം എന്നാ. നല്ല മാർക്ക് വാങ്ങുന്ന കുട്ടികൾക്ക് മാത്രമേ എവിടെയും സീറ്റുള്ളൂ അല്ലേ? ശരിയല്ലേ? ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാൻ പോലും മാർക്ക് കുറവ് വാങ്ങിക്കണം, എഴുതാനും പഠിക്കാനും വായിക്കാനും അറിയാത്ത കുട്ടികളായിരിക്കണം ലാസ്റ്റ് ബെഞ്ചിൽ അല്ലേ? എല്ലാ ടീച്ചർമാരും, ഇവിടെ ആരെങ്കിലും ടീച്ചർമാരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ടീച്ചർമാർ ലാസ്റ്റ് ബെഞ്ചിലേക്ക് എന്നെ നോക്കാറില്ല അല്ലേ? 3ാമത്തെ ബെഞ്ച് വരെ മാക്സിമം നോക്കും, 4ഉം 5ഉം ബെഞ്ചുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കാറില്ല. കാരണം അവരങ്ങനെ മടിയന്മാരാണ് എന്ന് മുദ്ര കുത്തി. പക്ഷേ പാലക്കാട്ടുകാരനായ ഒരു 10ാം ക്ലാസ്സുകാരനുണ്ട്. 10ാം ക്ലാസ്സിൽ ടീച്ചർ തല്ലിയപ്പോൾ ആ സ്കൂളിനെ തന്നെ തീവച്ച് നശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം തല്ലിയപ്പോൾ ആ സ്കൂൾ വിട്ട്, ആ വിദ്യാഭ്യാസം വിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു വ്യക്തിയുണ്ട്. ലോകത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല പ്രബലനായ വ്യക്തിയായി മാറാൻ സാധിച്ചു. ഭാരതത്തിൽ ആദ്യത്തെ മലയാളി ഗവർണർ എന്നറിയപ്പെടുന്നത് VP മേനോൻ എന്ന് പറയുന്ന സാറാണ്. ഒറ്റപ്പാലംകാരനായ VP മേനോൻ. അദ്ദേഹം പിന്നീട് ഗുജറാത്തിലും അതുപോലെ ഡൽഹിയിലും എത്തി സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടെ യാത്ര ചെയ്ത് അദ്ദേഹം ഏറ്റവും 569 രാജ്യങ്ങളെ, നാട്ടുരാജ്യങ്ങളെ ജില്ലയായി പ്രഖ്യാപനം ചെയ്ത് സംസ്ഥാനം രൂപീകരിച്ച വ്യക്തി. പാലക്കാടിൽ നിന്നും 10ാം ക്ലാസ് പോലും പരീക്ഷ എഴുതാതെ അദ്ദേഹം നാടുവിട്ടു. പക്ഷെ പഠിക്കാൻ തയ്യാറായി. പഠിച്ച് ഓരോ കമ്പനിയുടെയും ഡെവലപ്മെൻറ്റ് അദ്ദേഹം ചെയ്തു. അങ്ങനെയാണ് ടൈപ്പിസ്റ്റ്. നമുക്കൊക്കെ അറിയാം, പണ്ട് 10ാം ക്ലാസ് ആകുമ്പോഴേക്കും ടൈപ്പ് റൈറ്റിംഗ് കഴിയും, ഷോർട്ട് ഹാൻഡ് കഴിയും അല്ലേ? പിന്നെ നമുക്ക് അടുത്തതെന്താ, കോടതിയിലോ ഗവൺമെൻറ് ഉദ്യോഗ സ്ഥാപനങ്ങളിലോ ടൈപ്പ് റൈറ്റിംഗ് ചെയ്യലാണ് നമ്മുടെ പരിപാടി അല്ലേ? ഒരു ജോലി കിട്ടാൻ എളുപ്പമായിരുന്നു. അങ്ങനെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ കൂടെ യാത്ര ചെയ്ത് കൊച്ചി രാജാവിനെയും തിരുവിതാംകൂർ രാജാവിനെയും കണ്ട് കേരളത്തെ നാട്ടുരാജ്യങ്ങളിൽ നിന്നും ജില്ലയാക്കിയെടുത്ത ഒരു മഹാവ്യക്തിയെ നമുക്ക് പരിചയപ്പെടുത്തുവാൻ സാധിക്കണം അല്ലേ? അപ്പം അങ്ങനെയുള്ള വ്യക്തികളും നമുക്ക് ഇന്ന് കാലത്തുണ്ട്. നേരെ മറിച്ച് നമ്മൾ പറയുക, കൃഷ്ണൻ ഏറ്റവും നല്ല ആരായിരുന്നു? കള്ളനായിരുന്നു അല്ലേ? എങ്ങനെയുള്ള കള്ളനായിരുന്നു? പലരുടെയും വീട്ടിൽ ചെന്ന് വെണ്ണ കട്ട് തിന്നുന്ന കള്ളനായിരുന്നു അല്ലേ? ഏറ്റവും നല്ല ആരായിരുന്നു? സ്ത്രീകളുടെ വസ്ത്രം മോഷ്ടിക്കുന്ന ആളായിരുന്നു. ഏത് പരിപാടികൾക്ക് ചെന്നാലും കൃഷ്ണനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ പറയാറുള്ളത്? ശരിയാണോ? അത് കഴിഞ്ഞാലോ ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഉല്ലസിച്ച് നടക്കുന്ന ആൾക്കാരാണ്. തന്നേക്കാൾ പ്രായമുള്ള ആൾക്കാരുടെ കൂടെ ഉല്ലസിച്ച് നടക്കുന്ന ആളാണ്. പക്ഷെ നേരെ മറിച്ച് സ്വാമിജിമാരുടെ, ഗുരുക്കന്മാരുടെ അനുഗ്രഹം കൊണ്ട് അവർ പറയാറുള്ളത് ശിശുകോപവേഷം, അതായത് തന്നെ കൊല്ലാൻ വേണ്ടി മുലപ്പാൽ വിഷമാക്കിയെടുത്ത പൂതനയിൽ നിന്നും തൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുവാൻ ആ ശിശുകോപവേഷത്തെ നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ എന്നെ ആരെങ്കിലും എതിർക്കാൻ വന്നാൽ, എന്നിൽ ശരീരത്തിലേക്ക് ആരെങ്കിലും തൊടാൻ വന്നാൽ അതിന് പ്രതികരിക്കാൻ നമുക്ക് സാധിക്കുന്ന ശിശുകോപവേഷത്തെ നമുക്ക് ആരിൽ നിന്ന് പഠിക്കണം? കൃഷ്ണനിൽ നിന്ന് പഠിക്കണം. വേണ്ടേ? പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആരെങ്കിലും അല്ലേ? തൻ്റെ കളിപ്പന്ത് കൂട്ടുകാരുമായി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കളിപ്പന്ത് വെള്ളത്തിലേക്ക് പോയി അല്ലേ? അവിടെ നിന്നപ്പോൾ അവിടെ കാളിയൻ എന്ന് പറഞ്ഞ വിഷാംശം വിസർജിക്കുന്ന ആ പാമ്പിനെ തൻ്റെ കാൽപാദം കൊണ്ട് വിഷത്തെ മുഴുക്കെ, അഹങ്കാരത്തെ മുഴുക്കെ ശമിപ്പിച്ച കാളിയമർദ്ദനായിട്ട കൃഷ്ണനെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം അല്ലേ? സമൂഹത്തിൽ ആരെങ്കിലും വിഷം വിതറുന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, അവരെ
നശിപ്പിക്കാനല്ല, അവരെ പറഞ്ഞ് മനസ്സിലാക്കി ആ അഹങ്കാരത്തെ അല്ലെങ്കിൽ വിഷം ചീറ്റുന്ന ആ സ്വഭാവത്തെ മാറ്റിയെടുക്കാൻ നമ്മുടെ കുട്ടികളോട് പറഞ്ഞ് കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലേ? സ്കൂൾ സിലബസ് മാത്രം പഠിച്ച് മുന്നേറിയാൽ മാത്രം മതിയോ എന്ന് നമ്മൾ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ആരെ വിഷം വെച്ച് കൊല്ലാമെന്ന്, എങ്ങനെ സ്ലോ പോയ്സൺ കൊടുക്കാമെന്ന് തൻ്റെ കാമുകനെതിരെ പ്രയത്നിച്ച ഒരു കുട്ടിയെ നമുക്ക് പത്രത്തിലൂടെ തൂക്കുകയർ വാങ്ങിച്ചു കൊടുത്തത് നമുക്ക് കാണാൻ സാധിക്കും, അല്ലേ? ഇതെല്ലാം എന്തുകൊണ്ടാണ് വരുന്നത് വെച്ചാൽ കൃത്യമായി മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാത്തതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള സ്വഭാവം കാണുന്നത് കൊണ്ടാണ്, അല്ലേ? ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അത് അനുഷ്ഠാനത്തിലൂടെ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ചെറിയൊരു കാര്യം കൂടി പറയുകയാണ്. കാരണം ആചാര്യ വിനോബാവയെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ? അദ്ദേഹം തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഭഗവത്ഗീത എഴുതിയത്. അമ്മയ്ക്ക് വേണ്ടി, അമ്മ മനസ്സിലാക്കണമെന്നറിഞ്ഞുകൊണ്ട്, അല്ലേ? അത് എവിടെ നിന്ന് കിട്ടി ചോദിച്ചാൽ, ആ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവിടെ പ്ലാവിൽ നിന്നും ചക്ക കിട്ടുകയും ആ ചക്ക പഴുത്ത് വലുതായപ്പോൾ അമ്മ പറഞ്ഞു, നീ ആ ചക്ക മുറിച്ചോളാൻ വേണ്ടി പറഞ്ഞു. ആ ചക്ക മുറിച്ച് 4 കഷ്ണങ്ങളാക്കി കൊടുത്തു. ആ സമയത്ത് ചക്ക മുഴുക്കെ എനിക്ക് തിന്നാൻ ആഗ്രഹിച്ചുകൊണ്ട് കൈ വയ്ക്കാൻ നിന്നപ്പോൾ അമ്മ പറഞ്ഞു, അടുത്ത വലതുവശത്തെ വീട്ടിലേക്ക് കൊടുക്കൂ, ഇടതുവശത്തെ വീട്ടിലേക്ക് കൊടുക്കൂ, മുന്നിലെ വശത്തെ വീട്ടിലേക്ക് കൊടുക്കൂ. 3 കഷ്ണങ്ങളും അങ്ങനെ മാറിപ്പോയി. അവസാനമുള്ള കഷ്ണമെങ്കിലും എനിക്ക് തിന്നാനായിരിക്കുമെന്ന് ആ ആചാര്യ വിനോബാവ തയ്യാറായപ്പോൾ അവിടെ അമ്മ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. അതിൽ നിന്നും ഒരു ചുളയെടുത്ത് മാറ്റിവെച്ച് ആ ഒരു ഭാഗം കൂടി പിന്നിലെ വീട്ടിൽ കൊടുക്കാൻ സാധിക്കണം. പിന്നിലത്തെ വീട്ടിലും കൂടി കൊണ്ടേ കൊടുത്തു വരൂ. സങ്കടത്തോടു കൂടി ആ കുട്ടി കൊണ്ടുപോയി കൊടുത്തു. പക്ഷെ തിരിച്ചു വന്ന ആ ചുള കഴിച്ചപ്പോൾ സന്തോഷത്തോടു കൂടിയായിരുന്നു. കാരണം സമൂഹത്തിനോടുള്ള ബന്ധം നിലനിർത്താൻ സാധിച്ചത് അമ്മയുടെ ശക്തിയായ പ്രഭാവത്തെയാണ്, മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ആചാരത്തെ, അനുഷ്ഠാനത്തെയാണ്, അല്ലേ? അപ്പോൾ സഹകരിക്കാൻ, നമുക്ക് സമൂഹത്തിനോട് എല്ലാ വിധത്തിലും സഹകരിച്ച് മുന്നോട്ട് വരാനുള്ള കാര്യത്തെ നമുക്ക് കാണാൻ സാധിക്കണം, അല്ലേ? അതേ വിനോബാവ നമ്മുടെ ഗാന്ധിജിയെ കാണാൻ വേണ്ടി പോയി. സബർമതി ആശ്രമത്തിൽ ചെന്നപ്പോൾ അവിടെ എലിയിട്ട് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. ഗാന്ധിജിയാണ് അവിടെ വിളമ്പി കൊടുക്കുന്നത്, അല്ലേ? തൻ്റെ ഗുരുനാഥൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആ ഗാന്ധിജിയെ കണ്ടപ്പോൾ സ്നേഹത്തോടു കൂടി പറഞ്ഞു, ഗാന്ധിജി ഉടനെ പറഞ്ഞു ഭക്ഷണം കഴിക്കാൻ. ആ സമയത്ത് തനിക്കിഷ്ടമില്ലാത്ത വഴുതിനിങ്ങ, അവിടെ വഴുതിനിങ്ങ കറി വിളമ്പിയിരുന്നത് ഗാന്ധിജിയായിരുന്നു. അപ്പോൾ ഇലയിൽ വിളമ്പിയിട്ട് പോയി ഇദ്ദേഹം എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. നാവിൽ തൊട്ടാലേ വഴുതിനിയുടെ ടേസ്റ്റ് അറിയുള്ളൂ. വിഴുങ്ങിക്കളഞ്ഞു. തിരിച്ച് ഗാന്ധിജി അതേ പാത്രവുമായി വന്നപ്പോൾ വീണ്ടും അവിടെ ഇല കാലിയായപ്പോൾ അവിടെ വീണ്ടും വിളമ്പി, വീണ്ടും എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. അങ്ങനെ 3-4 പ്രാവശ്യം വിളമ്പുകയും വിഴുങ്ങുകയും ചെയ്തപ്പോൾ വിനോബാവയ്ക്ക് മനസ്സിലായി, എന്ത്? സ്നേഹത്തോടുകൂടി പകർന്നു തരുന്ന ഭക്ഷണം നമ്മൾ വെറുതെ വിഴുങ്ങാനുള്ളതല്ല, അത് മധുരത്തോടുകൂടി ഇറക്കാനുള്ളതാണ്, അല്ലേ? ഏതെങ്കിലും അമ്മമാർ തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ദേഷ്യപ്പെടാതെ കൊടുക്കാറുണ്ടോ? സ്നേഹത്തോടു കൂടി കൊടുക്കാറുണ്ടോ? ഏറ്റവും കൂടുതൽ കുട്ടികൾ കംപ്ലൈൻറ്റ് പറയുന്നത് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും അമ്മ എന്നോട് ആ കുറ്റങ്ങളും ഈ കുറ്റങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലേ? അവിടെ നമ്മൾ ചോറ് വയ്ക്കുന്ന സമയത്ത് പറഞ്ഞു, അന്നപൂർണി സദാപൂർണി എന്ന് മന്ത്രം ചൊല്ലി ആ കലത്തെ 3 പ്രാവശ്യം വലം വെച്ച് ആ ഭക്ഷണം ഉണ്ടാക്കി. അതിനു മുമ്പ് 28 മണി അരി എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? അഗ്നിയിലേക്ക് ഹോമിച്ചു. പണ്ട് അഗ്നിയായിരുന്നു, ഇന്ന് ഗ്യാസാണ്. അപ്പോൾ ആ അഗ്നിയിലേക്ക് ഹോമിച്ചപ്പോൾ നമ്മൾ അഗ്നി ദേവതയെ പ്രധാനം, സ്വാഹാദേവിയെ, അവിടെയും സ്വാഹാദേവിയാണ്, അല്ലേ? സ്ത്രീ എവിടെയെല്ലാം നമുക്ക് പുരാണങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശക്തിപ്പെടുത്തുന്ന ദേവതയെല്ലാം സ്ത്രീകളാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ ആ സ്വാഹാദേവിക്ക് കൊടുത്ത് ആ ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മ പോലും കുട്ടികളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുവാനും അവർക്ക് സ്നേഹ സംഭാഷണത്തിലൂടെ ആ ഭക്ഷണം ശരീരത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണ്ടേ? എങ്ങനെ സാധിക്കുക? സമയം കിട്ടുന്നത് അവർക്ക് വളരെ കുറവാണ്. ഇന്ന് മൊബൈൽ ഫോൺ ഉള്ളത് കൊണ്ട്
അതുപോലെ അവർക്ക് ഇന്ന് IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചു നോക്കും. അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും വളരെ കുറച്ച് സമയമാണുള്ളത്. അപ്പം ഇതെല്ലാം മാറ്റിയെടുത്ത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധത്തെ നിലനിർത്തുവാൻ നമുക്ക് സാധിക്കണം. വേണ്ടേ? ദിവസേന നമുക്ക് തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കുന്ന കുട്ടികൾ എത്ര പേരുണ്ടാവും? കുട്ടികളെ അനുഗ്രഹിക്കുന്ന അമ്മമാർ എത്ര പേരുണ്ടാവും? സരസ്വതി ദേവി സഹസ്രാര പത്മത്തിലിരിക്കുന്നുണ്ട് അല്ലേ? നെറുകയിൽ കൈവച്ച് നിങ്ങളുടെ അനുഗ്രഹം മതി. ആ അനുഗ്രഹം കൊണ്ട് ആ കുട്ടിയുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവും. ശരിയല്ലേ? നമിക്കിൽ ഉയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്ക് നാമേ പണിവതു നാഗം നരകവും അതുപോലെ. കേട്ടിട്ടില്ലേ ഇത്? അല്ലേ? അപ്പം നമ്മൾ ആരെങ്കിലും നമസ്കരിച്ചാൽ ആ നമസ്കരിക്കുന്നതിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുമെന്നാണ്. ആ അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് നേടാൻ സാധിക്കും? ഏത് കാര്യത്തിലേക്കും വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ വളരെയധികം ശ്രദ്ധയോടുകൂടി പരിപാലിക്കണം. വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞത് 5 വയസ്സ് വരെ കുട്ടികളെ വാക്കുകൊണ്ട്, കൈകൊണ്ട്, വടി കൊണ്ടൊന്നും തല്ലരുത് അല്ലേ? രാജവത് 5 വർഷാണി ദശവർഷാണി ദാസവത്. 5 വയസ്സ് കഴിഞ്ഞാൽ 15 വയസ്സ് വരെ അവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും എല്ലാം ചെയ്യണം. എന്നിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, ഈ സമൂഹവും കുടുംബവും ഈ രാഷ്ട്രവും നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനെ പരിപോഷിക്കുന്ന സമയത്താണ് നിനക്ക് കീർത്തി, യശസ്സുണ്ടാകുക. ആ യശസ്സിലേക്ക് പോകാൻ വേണ്ടി നീ തയ്യാറാവണം. നീ ഏത് കർമ്മങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആ കർമ്മത്തിലൂടെ ശ്രേഷ്ഠമായ ധർമ്മത്തെ നിലനിർത്തുവാനും ഈ രാഷ്ട്രത്തിനും സമൂഹത്തിനും വേണ്ടി നന്മ പ്രവർത്തിക്കുവാനുമുള്ള വിദ്യാഭ്യാസ യോഗ്യത നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. സ്കൂൾ വിദ്യാഭ്യാസം പഠിച്ചോട്ടെ, വേണ്ട എന്നല്ല പറഞ്ഞു. അതൊരു ജോലിക്കും അതൊരു ശമ്പളത്തിനും കിട്ടാനുള്ള പ്രായോഗികമായ വിദ്യാഭ്യാസമാണ് അല്ലേ? പക്ഷെ ആധ്യാത്മിക വിഷയങ്ങൾ ഇതിൻ്റെ കൂടെ പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണ്ടേ? ഭാഗവതത്തിൽ 2-ാമത്തെ ദിവസം വരുന്ന ഒരു വിഷയമുണ്ട്, ധ്രുവചരിതം. നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ആ ധ്രുവൻ എങ്ങനെയാണ് തപസ് ചെയ്യാൻ പോയത്? 5-ാമത്തെ വയസ്സിൽ തപസ് ചെയ്യാൻ പോകുന്നു. ആ സമയത്ത് നാരദൻ ചോദിക്കുന്നുണ്ട്, ബലൂണ് വേണോ, എന്തൊക്കെ വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ത് വേണമെങ്കിലും നിനക്ക് തരാം അല്ലേ? ഇതേ തന്നെയാണ് നമുക്ക് നചികേതസിനെ നമുക്ക് കാണുന്ന സമയത്ത്, ഉപനിഷത്തിൽ നചികേതസിനെ കാണുന്ന സമയത്ത് നമുക്ക് കാണാം, യമധർമ്മരാജാവ് നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ തരാം, നീ കളിക്കേണ്ട പ്രായമാണ് അല്ലേ? ഇന്ന് കളിക്കാൻ പോലും ഗ്രൗണ്ടിൽ ആൾക്കാരില്ലാത്ത സ്ഥലത്താണ് നമ്മളൊക്കെ നിൽക്കുന്നത് അല്ലേ? ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കളിപ്രായം ഉണ്ടെങ്കിൽ പോലും അവരെ ശാസിച്ച് കളിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ശ്രേഷ്ഠമായി നമുക്ക് കളിക്കാൻ സാധിക്കണം. അപ്പോൾ രാജവത് 5 വർഷാണി ദശവർഷാണി ദാസവത്. അപ്പോൾ ദാസനെ പോലെ നമുക്ക് അതിനുശേഷം സ്വന്തം വസ്ത്രങ്ങൾ പോലും അലക്കിയെടുക്കാനും സ്വന്തം പാത്രങ്ങൾ പോലും കഴുകി വയ്ക്കാനുള്ള ഒരു ശീലം നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചേ മതിയാവൂ. ഇല്ലെങ്കിൽ അവർ തളരുന്നത് എപ്പോഴാണെന്നറിയോ? തൻ്റെ ഉദ്യോഗം കഴിഞ്ഞ് റിട്ടയർഡ് ലൈഫിലോ അല്ലെങ്കിൽ ഉദ്യോഗം ആരെങ്കിലും വേണ്ടാന്ന് വെക്കുന്ന സമയത്തോ വീട്ടിൽ വന്ന് ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് മാനസികമായ ആരോഗ്യം തളർന്നു പോവും. എങ്ങനെയാണ് തളർന്നു പോവുക? ഒരു ചായ ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരുണ്ടല്ലേ, ഉണ്ടല്ലോ. സ്വന്തം വസ്ത്രം പോലും അലക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് വരെ അമ്മയും പഠിപ്പിച്ചിട്ടില്ല, സഹധർമ്മിണിയായ ഭാര്യയും പഠിപ്പിച്ചിട്ടില്ല. എല്ലാം നമ്മൾ ചെയ്തു കൊടുത്ത് കാണിച്ചപ്പോൾ പുരുഷൻ്റെ മനോവികാരം അവിടെ നഷ്ടപ്പെട്ടു കൊടുക്കുമ്പോഴാണ് അല്ലേ? അതേപോലെ തന്നെ പാലക്കാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലും പല വീടുകളിലും പോകാറുണ്ട്. ഭാര്യ മരിച്ച് ഭർത്താവ് ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവരുടെ ശക്തി മുഴുക്കെ ക്ഷയിച്ചു പോയി, എനിക്ക് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിരിക്കുന്ന പുരുഷന്മാരെ കാണാറുണ്ട്. ഇത് മാറ്റിയെടുക്കണമെങ്കിൽ ആധ്യാത്മിക വിദ്യാഭ്യാസം അവർക്ക് ചെറുപ്പം മുതലേ കൊടുക്കണമെന്നാണ് ഞാൻ പറയുക. ഏത് കാര്യങ്ങൾക്കും മുന്നിട്ടിറങ്ങാൻ സാധിക്കുന്ന മാനസിക ആരോഗ്യം കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം?
പ്രഹ്ലാദൻ പറഞ്ഞു തൻ്റെ അച്ഛനാണ് പറയുന്നത് അല്ലേ, ഭഗവാൻ ഇവിടെയുണ്ടോ അവിടെയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സ്പഷ്ടമായി പറഞ്ഞു തൂണിലും തുരുമ്പിലുമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിച്ചു അല്ലേ. ആ നാരായണ ജപം എവിടെ കൊണ്ടേ കളയാൻ ശ്രമിച്ചാലും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ നിന്നും ബുദ്ധിയിൽ നിന്നും കളയാൻ ആർക്ക് സാധിച്ചില്ല? അച്ഛന് പോലും സാധിച്ചില്ല. വളരെയധികം വേദനയോടുകൂടിയാണ് ആ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് അല്ലേ. കഷ്ണങ്ങളിൽ നിന്നും മുകളിലേക്ക് താഴ്ത്തിക്കിടാൻ ശ്രമിച്ചു, ഒട്ടനവധി വാളുകൊണ്ട് വെട്ടിമുറിക്കാൻ സാധിച്ചു എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ആ കുഞ്ഞിനെ പോലും ആ നാമജപത്തിലൂടെ എന്ത് ചെയ്യാൻ, തൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ആ അച്ഛൻ്റെ വിഷമബുദ്ധി, കാരണം അഹങ്കാരം കൊണ്ട് കയറി നിൽക്കുന്നതാണ്. പക്ഷേ അവിടെ നമുക്ക് ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പറയുന്നു ഹിരണ്യാക്ഷന് പോലും ഹിരണ്യകശിപുവിന് പോലും ഭഗവാൻ പ്രത്യക്ഷത്തിൽ എന്തു കൊടുത്തു? മോക്ഷം കൊടുത്തു അല്ലേ. ഇവിടെയും നമുക്ക് രാവണനെ കാണാൻ സാധിക്കണ്ടേ? ആ രാവണൻ അസ്ത്രമെയ്തത് സീതയെ കട്ടുകൊണ്ട് പോയത് കൊണ്ടാണ് അല്ലേ. രാവണൻ പോലും അസ്ത്രം തൻ്റെ ശരീരത്തിൽ തട്ടി എങ്ങനെയാണ് കൊല്ലേണ്ടത് എന്ന് തൻ്റെ അനുജനാണ് ശ്രീരാമചന്ദ്രന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ. ആ വിഭീഷണൻ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് പറയാണ് ഒരിക്കലും എന്താവരുത്, തൻ്റെ ബന്ധുക്കൾക്കും തൻ്റെ സുഹൃത്തുക്കൾക്കും തൻ്റെ നെഗറ്റീവ് എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കരുത് അല്ലേ. നാളെ അത് പിടിച്ചിട്ടായിരിക്കും അവർ നമ്മളെ നശിപ്പിക്കുക. ശരിയല്ലേ? ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം മുഴുവൻ അങ്ങനെയാണ്. മറ്റുള്ളവരുടെ നെഗറ്റീവ് മനസ്സിലാക്കി അവിടെ നിന്നും എന്തായി പോവും? മറ്റുള്ളവനെ വീഴ്ത്താൻ വേണ്ടി ശ്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് പോകും. പക്ഷേ അതേ രാവണൻ്റെ ആത്മാവ് ശ്രീരാമനിലേക്ക് എത്തുന്ന ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കിയാൽ ആ ആത്മാവ് ശ്രീരാമൻ്റെ പാദങ്ങളിൽ എത്തിക്കാനാണ് സാധിക്കുന്നത്. അതിനെന്തൊക്കെ ഗുണങ്ങൾ വേണമെന്നറിയോ? അതിനാണ് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം നമ്മൾ ശ്രുതകീർത്തിയാവണം, നല്ല കാര്യങ്ങൾ കേൾക്കാൻ സാധിക്കണം. നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ശത്രുബോധം ഇല്ലാതാക്കുക. ശത്രുഘ്നൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ശ്രുതകീർത്തി അല്ലേ. അത് കഴിഞ്ഞാലോ ഊർമിളയായി മനസ്സിനെ എപ്പോഴും ശാന്തഭാവത്തിൽ 14 വർഷം തൻ്റെ ഭർത്താവ് കൂടെ ഇല്ലെങ്കിലും തൻ്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ അമ്മയെ സംരക്ഷിച്ചത് ഊർമിളാദേവിയാണ് അല്ലേ. ഒരു പരാതിയും ആരോടും പറഞ്ഞിട്ടില്ല അല്ലേ. പണ്ട് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ അങ്ങനെ ആയിരുന്നില്ലേ? ഇന്നാണ് പരാതികളുടെ കൂമ്പാരമായി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഊർമിളയായി മനസ്സിനെ ശേഖരിച്ചു വന്നാൽ ആ ഊർമിളയിൽ നിന്നും നമുക്ക് അടുത്ത പദത്തിലേക്ക് എങ്ങനെ പോവാം? ലക്ഷണ ഉത്തമനായ ലക്ഷ്മണനാവാൻ സാധിക്കും അല്ലേ. ഇന്ന് കാലൊന്ന് മുട്ടുവേദന തുടങ്ങിയാൽ നമ്മൾ പിന്നെ എവിടെ ചെന്നാലും ചെയറിലിരിക്കും, നിലത്തിരിക്കില്ല. ആ മുട്ടുവേദനയ്ക്കൊരു പ്രതിരോധ ശക്തി നമുക്ക് കൊടുക്കാൻ നമ്മുടെ മനസ്സിന് സാധിച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്കിരിക്കാൻ സാധിക്കും. ശരിയല്ലേ? ഇന്ന് കുംഭമേളയ്ക്ക് പോകുന്ന ആൾക്കാരൊക്കെ നോക്കിക്കോളൂ, എവിടെ കിടന്നുറങ്ങാനൊരു സ്ഥലമുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലേ. പായ വിരിച്ചോ തുണ്ട് വിരിച്ചോ മേൽമുണ്ട് വിരിച്ചിട്ടോ കിടന്നുറങ്ങിയാൽ അവിടെ സുഗമമായി നിദ്ര കൊടുക്കാൻ നിദ്രാദേവി പോലും ആരാണ്? സ്ത്രീയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഊർമിളയിലൂടെ ലക്ഷണ ഉത്തമനായ ലക്ഷ്മണനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അത് കഴിഞ്ഞാലോ മാണ്ഡവിയാവണമെന്നാണ്. ബുദ്ധിയെ വളരെയധികം ഏകാഗ്രമായി നമുക്ക് പരിപാലിക്കാൻ സാധിക്കണം. ബുദ്ധിശക്തിയെ വളരെയധികം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം ശോകേന നാശയതേ ജ്ഞാനം അല്ലേ. ദുഃഖിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ബുദ്ധിയിൽ ഒരു തീരുമാനം എടുക്കാനില്ല അല്ലേ. എന്താണ് ഗണപതിയുടെ മുന്നിൽ ചെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക? വിഘ്നം കൂടാതെ എന്തുണ്ടാവണം? ലക്ഷ്യത്തെത്താൻ സാധിക്കണം. തടസ്സങ്ങളില്ലാതെ നമ്മുടെ ബുദ്ധിക്ക് എന്തുണ്ടാവണം? തീരുമാനമെടുക്കാനുള്ള ശക്തി ഉണ്ടാവണം എന്നാണ് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ലക്ഷ്മി വിനായകമൂർത്തിയായിട്ട് സങ്കല്പം ചെയ്യാറുണ്ട്. ഇവിടെ ഗണപതിയുടെ മടിയിൽ കൃഷ്ണനെ തന്നെ വെച്ചിരിക്കുന്ന മള്ളിയൂർ ഗണപതിയെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇതേപോലെ തന്നെ മടിയിൽ ലക്ഷ്മി ദേവിയെ ഇരുത്തുന്ന സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ നേരെ അടുത്ത കാര്യത്തിലേക്ക് വരുന്നത് ബുദ്ധി കൂർമ്മതയോടുകൂടി നമുക്ക് പരിപാലിക്കാൻ, ബുദ്ധിശക്തിയോടുകൂടി പരിപാലിക്കാൻ സാധിച്ചാൽ ആ ബുദ്ധിയിലൂടെ നമുക്ക് ഒരു രാജ്യത്തെ മുഴുവൻ ഭരിക്കാൻ സാധിക്കുന്ന ഭരതനാവാൻ സാധിക്കും.
ആ ഭരതൻ ശ്രീരാമചന്ദ്രൻ വന്നപ്പോൾ കൃത്യമായിട്ട് രാജ്യത്തെ ഭരണവ്യവസ്ഥയെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും കൃത്യമായി പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ്? വെറും ഗോതമ്പ് ഗോമൂത്രത്തിൽ വേവിച്ച് കഴിക്കുന്ന നമുക്കറിയാൻ സാധിക്കും. ഭക്ഷണം കഴിക്കുന്ന ആ ഭരതനെ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ആളെ നമുക്ക് ശ്രദ്ധിക്കാം. ഉഴവുചാലിൽ നിന്നും കിട്ടിയ സീതയെ ശ്രീരാമൻ വിവാഹം ചെയ്ത് ശ്രീരാമൻ്റെ പാദുകത്തിലേക്ക് എത്താൻ സാധിക്കുന്ന നമ്മുടെ മനസ്സിനെ എപ്പോഴും ഉഴവുചാലിൽ നിന്നും നമുക്ക് സീതയായിട്ട് അല്ലെങ്കിൽ വേദമന്ത്രങ്ങളുടെ ശക്തിസ്വരൂപിണിയായിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കണം. അപ്പോൾ ശ്രീമാത എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങുന്ന ലളിതാ സഹസ്രനാമം ശിവശക്തികരൂപിണ്യൈ നമഃ എന്ന് പറഞ്ഞ് ആ പാദങ്ങളിൽ സമർപ്പിച്ചതുപോലെ ശിവനും ശക്തിയും ഒന്നാണ്, അല്ലെങ്കിൽ ശക്തിയുണ്ടെങ്കിലേ ശിവനുള്ളൂ എന്ന് നമുക്ക് മന്ത്രത്തിലൂടെയെല്ലാം നമുക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കുള്ള തപസ് നമുക്ക് വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കണം എന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. ശരിയല്ലേ? ഇന്ന് കേരളം രോഗത്തിൻ്റെ നാടുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ വിഭജിച്ച് ഡൈവേഴ്സിലേക്ക് പോകുന്ന നാടായിക്കൊണ്ടിരിക്കുന്നു. ഇതിലെല്ലാം മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് സത്സംഗത്തിലൂടെ മാത്രമേ സാധിക്കൂ. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, 17-ാം അധ്യായം 26-ാമത്തെയും 27-ാമത്തെയും ശ്ലോകം എടുക്കുമ്പോൾ, സദ്ഭാവേ സാധുഭാവേ ച സദ്യുത്യേത വിധീയതേ പ്രശസ്തേ കർമ്മണി തഥാന. പ്രശസ്തമായ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കണമെങ്കിൽ സത്സംഗത്തിലൂടെ മാത്രമേ സാധിക്കൂ. കാരണം 2017 തുടങ്ങിയ ഒരു യാത്രയാണ് പാലക്കാട് ആധ്യാത്മിക ജില്ല എന്ന്. കഴിഞ്ഞ ഒരു സത്സംഗത്തിൽ പങ്കെടുത്തപ്പോഴാണ് ഒരു മഹത്തായ സ്ത്രീയെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചത്. ശാരദാ മേനോൻ, ഡോക്ടർ ശാരദാ മേനോൻ എന്ന് പറയുന്ന ഭാരതത്തിലെ ആദ്യത്തെ സൈക്കാട്രിസ്റ്റ് പാലക്കാട്ടുകാരിയാണ്. ആദ്യത്തെ സ്ത്രീ. ചിന്തിച്ച് നോക്കണം. നിങ്ങൾ യൂട്യൂബിലെടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഗൂഗിളിലെടുത്ത് നോക്കിയാൽ അവരുടെ ഡീറ്റെയിൽസ് കിട്ടും. അത്രയും ത്യാഗപൂർണമായിട്ട് ഒരു സ്ത്രീ പോലും ആ സ്ഥലത്ത് വരരുത് എന്ന് പുരുഷന്മാർ ആധിപത്യമുണ്ടായിരുന്ന സ്ഥലത്ത് പോലും പഠിച്ച് മനസ്സിൻ്റെ ശാസ്ത്രത്തെ പഠിച്ച് മനസ്സിലാക്കി അവർ മുന്നോട്ട് വന്ന ഒരു ഡോക്ടർ വനിതയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ശാരദാ മേനോൻ എന്നാണ് അവരുടെ പേര്. അതേപോലെ കേരളത്തിലെ ആദ്യത്തെ പെൺവിദ്യാലയം പാലക്കാടാണ്. അതും തരവത്ത അമ്മാളുമ്മ എന്ന് പറയുന്ന സ്ത്രീയാണ് ആ സ്കൂൾ ആരംഭിക്കുന്നത്. നോക്ക്, അവരുടെയാണ് ഭക്തമാല എന്ന് പറയുന്ന ഒരു പുസ്തകം ഇന്ന് നല്ലേപ്പള്ളി ആശ്രമം സന്മയാനന്ദ സരസ്വതി ഇറക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീക്ക് ഇത്രയും അധികം ശക്തിയുണ്ട് അല്ലേ? ഇന്ന് കവിത എഴുതാനും സാഹിത്യം എഴുതുവാനും അതുപോലെ ഒട്ടനവധി വ്യക്തികളെ നിർമ്മാണം ചെയ്യാൻ സാധിക്കുന്നത് സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് സമയം കൊണ്ട്. അടുത്ത പ്രഭാഷണം വന്നെത്തിയിട്ട് ആയി. അപ്പം അതുകൊണ്ട് ഇത് നിങ്ങൾ മനസ്സിലാക്കണം. വരുന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ പാലക്കാട് ഒരു ഗംഭീരമായ സപ്താഹം നടത്തുകയാണ്. ഭാഗവത സപ്താഹമാണ്. അതിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളെ പ്രദാനം ചെയ്തുകൊണ്ട് ആധ്യാത്മികം തൊട്ട് ആനപ്പാപ്പാൻ വരെയുള്ള വ്യക്തികളെ നമ്മൾ ആ വേദിയിൽ കൊണ്ടുവരികയാണ് അല്ലേ? ആനപ്പാപ്പാനെങ്കിലും ആദരിക്കാറുണ്ടോ ആരെങ്കിലും? അല്ലേ? എഴുന്നള്ളത്തിന് വന്നാൽ കാണുന്നല്ലാതെ ആന ഓടിയാലേ ആനപ്പാപ്പാൻ്റെ വില അറിയുള്ളൂ അല്ലേ? പക്ഷേ അങ്ങനെ ഒരു കുടുംബത്തെ വരെ നമ്മളിതിൽ പ്രദാനം ചെയ്യുന്നു. ആധ്യാത്മികവും സന്യാസവും സാഹിത്യം അതുപോലെ സംഗീതം. ഒറ്റ വാക്കിൽ ഞാൻ വേഗം ഓടിച്ചിട്ട് പോവാം. ഞാൻ നേരത്തെ പറഞ്ഞു പന്തരി കുലത്തിൻ്റെ നാടാണ്. 108 അഗ്രഹാരങ്ങളും 407 ഊരുകളുമുള്ള സ്ഥലം പാലക്കാട്. ആദിവാസികൾ താമസിക്കുന്ന ഊരുകളുള്ള സ്ഥലം. ഇന്ന് നഞ്ചിയമ്മയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും നഞ്ചിയമ്മയുടെ കീർത്തനം നമുക്ക് കാണാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കിയാൽ ചെമ്പൈ വൈദ്യനാഥ ഭഗവർ, MS വിശ്വനാഥൻ, MD രാമനാഥൻ, P ലീല, പാലക്കാട് മണിയയ്യർ തുടങ്ങിയ ഒട്ടനവധി സംഗീതത്തിൻ്റെ നിറകുടം ജന്മമെടുത്തത് പാലക്കാടാണ്. സന്യാസം എടുത്തു നോക്കിയാൽ ചിന്മയാനന്ദ സ്വാമിജിയുടെ ഗുരുനാഥൻ, തപോവന സ്വാമികൾ, ജ്ഞാനാനന്ദ സരസ്വതി, ശുബോധാനന്ദ സ്വാമിജി, ആത്മശാസ്ത്രികൾ, വിഷ്ണുദേവാനന്ദ സരസ്വതി, പറക്കും സ്വാമികൾ എന്നറിയപ്പെടുന്ന സന്യാസി ശ്രേഷ്ഠനെ നിങ്ങൾ പരിചയപ്പെടണം. സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഓടിക്കാൻ സാധിക്കുന്ന സന്യാസി ശ്രേഷ്ഠനാണ്.
ഇന്ന് ലോകത്ത് അദ്ദേഹത്തെ അറിയുന്നത് ആദ്യത്തെ ഹഠയോഗ പ്രൊഫസറായിട്ടാണ് വിഷ്ണുദേവാനന്ദ സരസ്വതി അറിയുന്നത്. ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലത്ത് സ്വന്തമായി ഫ്ലൈറ്റ് ഓടിച്ച് ചെന്ന് അവിടെ സമാധാനപ്പെടുത്തി പുഷ്പമെറിഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു സന്യാസി ശ്രേഷ്ഠൻ പാലക്കാട്ടുകാരനാണ്. ഇതേപോലെ കോട്ടയം ജില്ലയിലും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? കോട്ടയം കൊല്ലത്തും സദാനന്ദ സരസ്വതി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ട് നിന്നും കൊല്ലത്തേക്ക് വന്നാണ് സദാനന്ദപുരം എന്ന് പറയുന്ന സ്ഥലം ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഇത്തരത്തിൽ സന്യാസി ശ്രേഷ്ഠന്മാരുടെ തപോഭൂമിയാണ് കേരളം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനും വിവേകാനന്ദ സ്വാമികളും സംഭാഷണം നടത്തിയപ്പോൾ പുറത്തു നിന്ന് കേട്ട ഒരു പണ്ഡിതൻ പറഞ്ഞു, വിവേകാനന്ദൻ തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു, അങ്ങ് പറഞ്ഞ സംസ്കൃത ഭാഷയിൽ കുറച്ച് തെറ്റുകളുണ്ട് അല്ലേ? കേട്ടിട്ടുണ്ടോ പുസ്തകം? ഇല്ല. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, നിങ്ങൾ ആ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിച്ച് അവിടെ കൊണ്ട് ഇരുന്നോളൂ. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചത് എന്താണെന്ന് സ്വാമിജിക്ക് മനസ്സിലായി, എനിക്കും മനസ്സിലായി, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. അന്ന് നമുക്ക് വിവേകാനന്ദൻ പറഞ്ഞു ഇതൊരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞു അല്ലേ? അത് കഴിഞ്ഞ് 5 പ്രാവശ്യം ഗാന്ധിജി വന്നു. ആദ്യത്തെ പ്രാവശ്യം പാലക്കാട് വെച്ചിട്ടാണ്, നെല്ലിശ്ശേരി ഗ്രാമത്തിൽ വെച്ചിട്ടാണ് ആര് കാണുന്നത്? ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും ആദ്യമായിട്ട് കാണുന്നത്. രണ്ടാമത് ശിവഗിരിയിൽ ചെന്ന് കണ്ടതിന് ശേഷമാണ് ഗാന്ധിജി പ്രഖ്യാപിക്കുന്നത് ഇത് ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് അല്ലേ? അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഒട്ടനവധി തപസ്സികളുണ്ട്, ഒട്ടനവധി ആചാര്യന്മാരുണ്ട്. ഇവരെല്ലാം സംരക്ഷിക്കേണ്ടത് ഓരോ ഗൃഹസ്ഥൻ്റെയും കർത്തവ്യമാണ്. നമ്മൾ എടുത്തു വയ്ക്കുന്ന ഒരു പിടി അരിയാണച്ചാലും ഒരു പിടി ചില്ലറയാണച്ചാലും സമൂഹത്തിൽ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വെച്ചില്ലെങ്കിൽ ഇനി നാളെ സപ്താഹത്തിന് പെർമിഷൻ ചോദിച്ച് ആരുടെ മുന്നിൽ കയ്യേന്തേണ്ടി വരുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ ആധ്യാത്മിക സത്സംഗത്തിലൂടെ ഉയർന്നു വരാനും ഈ ക്ഷേത്രത്തെയും ഈ ആചാര്യൻ്റെ പ്രശസ്തിയെയും നമുക്ക് വാനോളം ഉയർത്തുവാൻ സാധിക്കണം. അതിനുവേണ്ടി അഖേദവുമായി പ്രവർത്തിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഈ വേദിയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ 100% നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് മള്ളിയൂർ ഈ ക്ഷേത്രത്തെയും ഇതിൻ്റെ ആചാര്യനെയും നമുക്ക് ഈ സ്ഥലത്ത് അടുത്ത വർഷത്തിനുള്ളിൽ പ്രയത്നം കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.